Prove that cos 4x is equal to 1 minus 8 sin square x cos square x. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കിത് പ്രൂവ് ചെയ്യണമെങ്കിൽ രണ്ട് റിസൾട്ടുകൾ അറിയണം. cos 2x നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു റിസൾട്ടാണ് cos 2x is equal to 1 minus 2 sin square x. ഈ റിസൾട്ട് അറിയണം. അപ്പോൾ ഈ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയായിരിക്കും: 1 minus cos 2x ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്തിൽ നിന്ന് നമുക്ക് കോസ് 2x വാല്യൂ കാണാൻ വേണ്ടി ഇതാണ് റിസൾട്ടായിട്ട് പഠിച്ചു വെക്കേണ്ടത്. കോസ് 2x ഇസ് ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. കോസ് 2x വാല്യൂ ഇതിൽ നിന്ന് എഴുതാം. ഈ റിസൾട്ടിൽ നിന്നാണ് നമ്മളത് എത്തുന്നത്. അതുപോലെ ഒരു റിസൾട്ടും കൂടി അറിയണം: സൈൻ 2x. സൈൻ 2x എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്നാണ്. 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഈ രണ്ട് റിസൾട്ട് അറിയാമെങ്കിൽ നമുക്കിതിൻ്റെ ആൻസർ എഴുതാം. കോസ് 2x റിസൾട്ട് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ കോസ് 2x സ്ഥാനത്ത് നമ്മൾ 2x ഇട്ട് കൊടുത്താൽ എന്ത് വരുമെന്ന് നോക്കാം. 2x ഇട്ട് കൊടുക്കുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 2x ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്താ വരുന്നത്? 1 മൈനസ് 2, ഇവിടെ എക്സ് ഉണ്ട്, അപ്പോൾ അത് മാറ്റണം. സൈൻ സ്ക്വയർ 2x എന്ന് വരും. സൈൻ സ്ക്വയർ 2x, സൈൻ സ്ക്വയർ 2x. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അതിൻ്റെ LHS എഴുതാം. LHS നമുക്ക് തന്നിരിക്കുന്നത് കോസ് 4x ആണ്. കോസ് 4x നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കോസ് 2 ഇൻറ്റു 2x എന്നാക്കുന്നു. 2 ഇൻറ്റു 2 4 തന്നെ കിട്ടുമല്ലോ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് കോസ് 2x റിസൾട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താ വന്നേക്കുന്നത്? 1 മൈനസ് 2 സൈൻ സ്ക്വയർ 2x എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ 1 മൈനസ് 2 സൈൻ 2x ഇതിന് ഹോൾ സ്ക്വയർ ഇങ്ങനെ എഴുതാം. നമുക്ക് ഈ സൈൻ സ്ക്വയറിന് എളുപ്പത്തിനാണ് സൈൻ സ്ക്വയർ എന്ന് എഴുതുന്നത്. യഥാർത്ഥത്തിൽ സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ് എഴുതേണ്ടത്. സൈൻ 2x ദ ഹോൾ സ്ക്വയർ. എളുപ്പത്തിനാണ് നമ്മൾ സൈൻ സ്ക്വയർ എന്ന് എഴുതുന്നത്. ഇപ്പം നമുക്കറിയാവുന്ന ഒരു റിസൾട്ടോട് അപ്ലൈ ചെയ്യാം. സൈൻ 2x റിസൾട്ട് നമുക്കറിയാം. 1 മൈനസ് 2 ഇൻറ്റു സൈൻ 2x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 സൈൻ എക്സ് കോസ് എക്സ്. ഇത് ഹോൾ സ്ക്വയർ ആണ് പുറത്ത് കിടക്കുന്നത്. അതുപോലെ തന്നെ എഴുതണം, ഹോൾ സ്ക്വയർ. ഇവിടെ സൈൻ സ്ക്വയറിനെ സാധാരണ നമ്മൾ സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതുവാണ്. അതിന് എളുപ്പത്തിലാണ് അങ്ങനെ എഴുതുന്നത്. അത് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് സൈൻ സ്ക്വയർ എക്സ് എന്ന് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ആ സ്ക്വയർ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് അതിനുശേഷം സൈൻ 2x നമ്മൾ 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് എഴുതി. എന്നിട്ട് നമ്മളിതിനെ സ്ക്വയർ എടുക്കുകയാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് എടുത്തെഴുതാം. കിട്ടിയേക്കുന്നതിന് എടുത്തെഴുതുമ്പോൾ 1 മൈനസ് 2 ഇൻറ്റു സ്ക്വയർ ചെയ്യാനാണ്. സെപ്പറേറ്റ് സ്ക്വയർ ചെയ്യാം. ബ്രാക്കറ്റിനകത്ത് ഫുള്ള് കിടക്കുമല്ല, അത് നമ്മൾ സെപ്പറേറ്റ് സ്ക്വയർ ആക്കുന്നു. 2 പുറത്ത് കിടക്കൂട്ടല്ലേ. 2 ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ബ്രാക്കറ്റിന് പുറത്തായിരുന്നു സ്ക്വയർ ഇടുന്നത്, അതിനെ നമ്മൾ സെപ്പറേറ്റ് സ്ക്വയർ ആക്കി. 1 മൈനസ് 2 ഇൻറ്റു 2 സ്ക്വയർ 4 സൈൻ സ്ക്വയർ എക്സ് അതുപോലെ എഴുതി. കോസ് സ്ക്വയർ എക്സ് എഴുതി. അടുത്ത സ്റ്റെപ്പിൽ ഈ 2 ഉം 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 മൈനസ് 8 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈക്വൽ ടു RHS. നമ്മളിവിടെ ചെയ്തത് റിസൾട്ട് അപ്ലൈ ചെയ്തതെന്ന് മാത്രമാണ്. നമുക്ക് തന്നിരിക്കുന്നത് LHS കോസ് 4x ആയിരുന്നു. കോസ് 4x നമ്മൾ കോസ് 2 ഇൻറ്റു 2x എന്ന് എഴുതി. അതിനുശേഷം കോസ് 2x റിസൾട്ട് അപ്ലൈ ചെയ്ത് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് റിസൾട്ടായി. ഓക്കെ, താങ്ക് യു.